രണ്ടാമത്തെ ടീമിനെ കൊണ്ടുപോകുന്നതിനായി വീണ്ടും കൽപ്പറ്റയിലേക്ക് സാഹസികമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ടീം പുറപ്പെടുകയാണ് കൽപ്പറ്റയിൽ നിന്ന്. ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സാഹസിക ദൗത്യത്തിനായി പരിചിതരായ സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ടേക്ക് ഓഫ് നടക്കുകയാണ്. അവിടെ നിന്ന് നേരത്തെ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് ചേർന്നായിരുന്നു റോഷിപാൽ നിന്നിരുന്നത്. ഇപ്പോൾ സുരക്ഷിത അകലത്തിലാണെന്ന് കരുതുന്നു. ലഫ്റ്റനന്റ് കേണൽ ഋഷിയുടെ നേതൃത്വത്തിലാണ് ഈ ടീം ഇപ്പോൾ പുറപ്പെടുന്നത്. ആലപ്പുഴ സ്വദേശിയാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി. SOG കമാൻഡോസ്, രണ്ട് ടീമുകളിലുമായി ഉൾപ്പെടുന്ന SOG കമാൻഡോസിന് ഈ വനമേഖലകളിലെ തെരച്ചിലെന്ന് പറയുന്നത് അവർക്ക് സാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പരിചിതമായ ഒരു കാര്യം തന്നെയാണ്. വനാന്തരങ്ങളിലേക്ക് കയറിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ, അതിനാണിപ്പോൾ തയ്യാറെടുക്കുന്നത്. ഓപ്പറേഷൻ സൺറൈസ് വാലിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം റോഷിപാലുണ്ട്. റോഷിപാൽ, പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കമ്പികൾ കോർത്തുണ്ടാക്കിയ ബക്കറ്റടക്കം ഈ കോപ്റ്ററിൽ ആദ്യഘട്ടത്തിൽ തന്നെ കൊണ്ടുപോയിരുന്നു. എയർലിഫ്റ്റിങ്ങിന് കയറുകൾ വഴിയല്ല, മൃതദേഹം കൊണ്ടുവരുന്നതിനാവശ്യമായ സംവിധാനങ്ങളോടുകൂടിയുള്ള എയർലിഫ്റ്റിംഗ്, അതിനായുള്ള ഒരുക്കങ്ങൾ വരെ തയ്യാറെടുത്തുകൊണ്ടാണ് കോപ്റ്റർ പുറപ്പെടുന്നത് നമ്മൾ കണ്ടത്. ഇപ്പോൾ 12 പേരും ദൗത്യസംഘം മുഴുവൻ അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അല്ലേ? സുജയ, 12 പേരടങ്ങുന്ന സംഘം, അതിൽ 6 പേരടങ്ങുന്ന കമാൻഡോ സംഘം, അതിൽ 4 പേർ ആർമിയുടെയും 2 ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർ. ആദ്യഘട്ടത്തിൽ അവിടെ രൂപപ്പെട്ട
ഈ മേഖലയിൽ രൂപപ്പെട്ട തുരുത്തിലിറക്കി അവർ അവിടെ ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു, തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. വനാന്തരങ്ങളിലേക്ക് അവർ കടക്കും, അവിടെ വ്യാപകമായി തിരച്ചിൽ നടത്തും. രണ്ടാമത്തെ സംഘവുമായി ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ഇവിടുന്ന് പറന്നുയർന്നു കഴിഞ്ഞു. ഈ വനാന്തരങ്ങളിലേക്ക് ആ ടീമിനെയും ഇറക്കും. അവർ പരമാവധി സമയം അവിടെ തെരച്ചിൽ, ഈ പകൽ വെളിച്ചത്തിൽ മാത്രമായിരിക്കും തെരച്ചിൽ. ആ തെരച്ചിൽ പൂർത്തിയാക്കി ഇതേ സ്ഥലത്തേക്ക് തന്നെ എത്തും. അവിടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു കഴിഞ്ഞാൽ അത് എയർലിഫ്റ്റ് ചെയ്തും കൽപ്പറ്റയിലെ ഈ മൈതാനിയിലേക്ക് തന്നെയാണ് കൊണ്ടുവരിക. ഏതായാലും ADGP MR അജിത് കുമാർ, ഒപ്പം ഈ SOGയുടെ കമാൻഡന്റ് കൂടിയായ തപോഷ് ബസുമതാരിയോ, അതിനൊപ്പം ലഫ്റ്റനന്റ് കേണൽ ഋഷി ഉൾപ്പെടെയുള്ള മുഴുവൻ, രോഹിത് ഉൾപ്പെടെയുള്ള മുഴുവൻ ആർമിയുടെയും ഈ പോലീസിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 2 കേന്ദ്ര സേനകൾ, ഇന്ത്യൻ എയർഫോഴ്സ് ഒപ്പം തന്നെ ഇന്ത്യൻ ആർമി ഉള്ള 2 കേന്ദ്ര സേനകൾ, ഒപ്പം സംസ്ഥാന പോലീസിൻ്റെ ഏറ്റവും പരിശീലനം ലഭിച്ച സംഘവും, ഇങ്ങനെ 3 സേനകൾ ചേർന്നാണ് ഈ ഓപ്പറേഷൻ സൺറൈസ് വാലി നടത്തുന്നത്. വലിയ സാഹസിക ദൗത്യം, ഒരുപക്ഷെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഏറ്റവും സാഹസികമായ രക്ഷാ ദൗത്യം അല്ലെങ്കിൽ തെരച്ചിലിനാണ് ഇപ്പോൾ നടക്കുന്നത്. ആ തെരച്ചിലിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ രണ്ടാമത്തെ സംഘവും അവിടെ എത്തിച്ചേരും. ഈ കൽപ്പറ്റ മൈതാനിയിലേക്ക് തന്നെയാണ് ഇവരൊക്കെ തിരിച്ചെത്തുക. ഈ പരമാവധി മേഖലകൾ, നേരത്തെ ADGP ആയാലും ഈ ആർമിയുടെ ലഫ്റ്റനന്റ് കേണലായാലും ഒക്കെ പറയുന്നത്, എവിടെയൊക്കെ ഇനി തെരച്ചിൽ നടത്താൻ ബാക്കിയുണ്ടോ അവിടങ്ങളിലൊക്കെ ഞങ്ങൾ എത്തും. എല്ലായിടത്തും തെരച്ചിൽ നടത്തിയതിന് ശേഷം മാത്രമേ ഈ തെരച്ചിൽ അവസാനിപ്പിച്ച് ഞങ്ങൾ മടങ്ങുകയുള്ളൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെയും നാളത്തെയും ഒക്കെ തെരച്ചിലിന് വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് തെരച്ചിലിന്. കാരണം ഈ മല മുകളിലൊക്കെ തെരച്ചിൽ പൂർത്തിയായി. കെഡാവർ ഡോഗും മണ്ണുമാന്തി യന്ത്രങ്ങളും അവിടെ പല സേനാംഗങ്ങളും ഒക്കെ തെരഞ്ഞു. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ മുഴുവൻ ഉപയോഗിച്ചു. റഡാർ സംവിധാനം ഉപയോഗിച്ചു. അതുപോലെ ഐബോർഡ് ക്യാമറയുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ നടന്നു. ഇങ്ങനെ എന്തൊക്കെ തരത്തിൽ രാജ്യത്ത് ഈ സാങ്കേതിക വിദ്യകളുണ്ടോ ഈ തെരച്ചിലിന്, അത് മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാരുണമായ ഒരു ദുരന്തം, ആ ദുരന്തം കഴിഞ്ഞ് 8ാം നാളാണ്. ആ 8ാം നാൾ ഈ ദുരന്തം നടന്ന അന്ന് തന്നെ എത്തിയ ആർമി സംഘം, ഈ ദൃശ്യങ്ങൾ ആർമിയുടെ കേണൽ കൂടിയാണ്, ആ ദൃശ്യങ്ങൾ കാണാം. അവരൊക്കെ ഇവിടെ എത്തി ആ നിമിഷം മുതൽ അവർ തെരച്ചിലിന് നേതൃത്വം നൽകുന്നു. പിന്നീട് അതിൽ ഏറ്റവും റിസ്ക്കുള്ള ഭാഗം പറഞ്ഞാൽ അവർ ആ റിസ്ക് എടുക്കാൻ തയ്യാർ. ഇനി അവർ മടങ്ങിയ സമയത്ത് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അവർ വീണ്ടും ആ ഉദ്യോഗസ്ഥന്മാർ തിരിച്ചെത്തി പരിശോധന നടത്തുന്നു. സാധാരണ പ്രോട്ടോക്കോളൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള തെരച്ചിൽ രക്ഷാദൗത്യമായിരുന്നു വയനാട് കണ്ടത്. ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് ഈ സൗത്ത് ഇന്ത്യയിൽ നടന്നപ്പോൾ എല്ലാവരും ഓടിയെത്തി ഈ നാടിനെ നെഞ്ചോട് ചേർത്തു. അപകടത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നു, അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നു. അങ്ങനെ ഒരു വലിയ രക്ഷാദൗത്യം, ആ രക്ഷാദൗത്യത്തിൻ്റെ അന്തിമ ഘട്ടമാണിപ്പോൾ വയനാട്ടിൽ നമ്മൾ കാണുന്നത്.